രാഷ്ട്രീയക്കാർക്കെതിരെ കരിങ്കൊടി കാണിക്കലും പ്രതിഷേധം അറിയിക്കലും ഒക്കെ പതിവാണ്. പക്ഷേ അതൊരു മുഖ്യമന്ത്രിക്ക് നേരെയാകുമ്പോൾ നടപടികൾ കുറച്ചു കടക്കും. പലപ്പോഴും പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ മുഖ്യമന്ത്രിമാർക്ക് നേരെ പോലും ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനെല്ലാം വ്യക്തമായ കാരണങ്ങളായിരുന്നു പ്രതികൾ പറഞ്ഞിരുന്നത്. എന്നാൽ രാജ്യ തലസ്ഥാനത്ത് ഇപ്പോൾ ഉണ്ടായ സംഭവം വിചിത്രമായ ഒന്നാണ്. സ്വപ്നത്തിൽ വന്ന നായയുടെ നിർദ്ദേശപ്രകാരമാണ് ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്തയെ ആക്രമിച്ചതെന്നാണ് അറസ്റ്റിലായ പ്രതി മൊഴി നൽകിയിരിക്കുന്നത്. ഡൽഹി പോലീസ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. ഓഗസ്റ്റ് 20-നായിരുന്നു ജനസമ്പർക്ക പരിപാടിക്കിടെ ഡൽഹി മുഖ്യമന്ത്രിക്ക് നേരെ ആക്രമണമുണ്ടായത്. പെട്ടെന്നുണ്ടായ ആക്രമണമായതുകൊണ്ട് തന്നെ പ്രതിയായ രാജേഷ് ഭായ് സക്രിയെ പോലീസ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഡൽഹിയിലെ നായകൾ വലിയ ക്രൂരത നേരിടുകയാണെന്ന ഒരു നായ സ്വപ്നത്തിൽ വന്ന് തന്നോട് പറയുകയായിരുന്നു എന്നാണ് ഇയാൾ മൊഴി നൽകിയിരിക്കുന്നത്. സ്വപ്നത്തിൽ ഒരു ക്ഷേത്രത്തിലെ ശിവലിംഗത്തിനരികെ നിന്നാണത്രേ നായ ഇക്കാര്യം പറഞ്ഞത്. രാജ്കോട്ട് സ്വദേശിയായ ഇയാൾ ഡൽഹിയിലേക്ക് പോവുകയായിരുന്നു. അതിനു മുൻപ് ഉജ്ജയിനിയിലെ മഹാകാൽ ക്ഷേത്രത്തിൽ ചെന്ന 2 കടലാസ് തുണ്ടുകളിൽ എഴുതി നറുക്കിട്ടെടുത്തപ്പോൾ ഡൽഹിയിലേക്ക് പോകണമെന്ന ഉത്തരമാണ് ലഭിച്ചതെന്നാണ് ഇയാൾ പറയുന്നത്. പ്രതി നേരത്തെ അയോധ്യ ക്ഷേത്രത്തിൽ കുരങ്ങന്മാരുടെ സംരക്ഷണം ആവശ്യപ്പെട്ടും പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട്. അന്ന് ക്ഷേത്രത്തിലെ സുരക്ഷാ ജീവനക്കാരുമായി ഏറ്റുമുട്ടിയ ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നുവെന്നും കുറ്റപത്രത്തിൽ പറയുന്നുമുണ്ട്. ഡൽഹിയിലെ തെരുവ് നായകളെ മുഴുവൻ പിടികൂടി കൂട്ടിലടയ്ക്കാൻ ഓഗസ്റ്റ് 11-ന് സുപ്രീം കോടതി നിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഡൽഹി മുഖ്യമന്ത്രിക്ക് നേരെ ആക്രമണം ഉണ്ടായത്. അതേസമയം തന്റെ മകന് ചില മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്നും നായകളെ ഏറെ ഇഷ്ടമാണെന്നും അവയെ പിടികൂടാനുള്ള കോടതി ഉത്തരവിൽ ഇയാൾ ആകെ അസ്വസ്ഥനായിരുന്നു എന്നുമാണ് മാതാവ് മൊഴി നൽകിയിരിക്കുന്നത്.